അതെ അതെ, അതായത് നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ വാഹനം ഞങ്ങളുടേതല്ല എന്നായിരുന്നു. എന്നാൽ പിന്നീട് അവർ ആ വാഹനം LDFന്റെ പ്രചരണ വാഹനമാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചു. ആ ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് റെക്കോർഡഡ് ആയിട്ടുള്ള ഓഡിയോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാ, കാഫിർ സ്ക്രീൻഷോട്ടിനെ പോലെ പിറകിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ട യാതൊരു കാര്യമില്ല. പ്രൈമ ഫേസി അത് പ്രൂവ്ഡ് ആണ്. അതായത് LDFന്റെ വാഹനത്തിൽ നിന്ന് റെക്കോർഡഡ് ആയിട്ടുള്ള ഓഡിയോ ആണ് വന്നിട്ടുള്ളത് എന്ന്. അത് പ്രീ പ്ലാൻഡ് ആണ്, ഇൻറ്റൻഷനലാണ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്, അത് ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മറ്റൊരു രൂപത്തിൽ പരാതി നൽകിക്കൊണ്ട് എനിക്ക് എതിരെ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തെളിവുകളില്ലാതെയാണ് ഇങ്ങനെ ഒരു പരാതി തെഹ്ലിക്കെതിരെ വ്യക്തി എന്നുള്ള പേരിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. 100% നിങ്ങൾക്കൊക്കെ അറിയാം, ഈ മണ്ഡലത്തിൽ ഇറങ്ങിയത് മുതൽ, സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങിയത് മുതലുള്ള ഓരോരോ ഘട്ടങ്ങളും നിങ്ങൾക്കറിയാം. ആദ്യഘട്ടത്തിലുള്ള വ്യക്തിഹത്യ നടത്തി, പിന്നീടുള്ള സൈബർ ബുള്ളിങ് നടത്തി, ഇപ്പോൾ ഇതാ ഇവർ ഇത്തരത്തിലുള്ള ഒരു വർഗീയപരമായിട്ടുള്ള കാര്യവുമായിട്ട് ഒരു അനൗൺസ്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ വർഗീയപരമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് 100% ഈ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലായി LDFന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ഇൻറ്റൻഷനൽ ആയിട്ടുള്ള ഒരു ഭാഗത്ത് നിന്നാണ് എന്ന്. അതവർ പിൻവലിക്കുക പോലും ചെയ്തിട്ടില്ല. ഇന്ന് അത് വീണ്ടും തുടരുന്നു എന്ന് പറയുമ്പം എത്ര രൂക്ഷമായിട്ടാണ് ഇവിടെ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിരന്തരം ഇവർ എങ്ങനെ ഏത് വിഷയം സംസാരിച്ചാലും എനിക്ക് ഒറ്റ കാര്യമേ ഇവരുടെ മുമ്പിലേക്ക് വെക്കാനുള്ളൂ. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹവും അവരുടെ സ്വപ്നങ്ങളും തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത്. അത് മുന്നോട്ട് വെച്ച് സംസാരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ കമ്മിറ്റിയുണ്ട്, ഇവിടെ നിയമപരമായിട്ട് എനിക്കുള്ള ഒരു ടീമുണ്ട്, എൻ്റെ ലീഗൽ ടീം ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതെ, അങ്ങനെയാണെങ്കിൽ ഇവർ, നിങ്ങൾ നോക്കണം, ആ LDFന്റെ പ്രചരണ വാഹനത്തിൽ ഇപ്പോൾ ആ ഒരു ഓഡിയോ പോകാൻ സാധ്യതയില്ലല്ലോ. അവർ നിഷേധിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം LDFന് തന്നെയാണ്. ഇവിടെ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഈ നാട്ടിൽ അത് വില പോകില്ല. ഇത്രയും കാലം ഇവിടെ MLA ആയി മന്ത്രിയായിട്ടൊക്കെയുള്ള ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എന്തുകൊണ്ടാണ്, LDF കൺവീനർ കൂടിയായിട്ടുള്ള അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഈ രൂപത്തിലുള്ള ഇടപെടലിന് വേണ്ടി സാധ്യത നൽകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാൻ പറ്റാത്തത്. പേരാമ്പ്രയിലുള്ള ആളുകളെ ഇങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് അവരോടുള്ള അപേക്ഷ. വളരെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ മൂല്യമുള്ള ആളുകളാണ് പേരാമ്പ്രയിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.